ഒരു നോമിനേഷൻ പ്രൊമോ പുറത്തു വന്നിരുന്നു. ഇപ്രാവശ്യം വ്യത്യസ്തമായ രീതിയിലാണ് നോമിനേഷൻ നടക്കുന്നത്. 7 പേരോളം നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അറിയുന്നു. ആരൊക്കെയായിരിക്കാം അത്? പ്രൊമോയിൽ നടക്കുന്ന നാടകീയ സംഭവം എന്ത്? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഡേ 79 നോമിനേഷൻ പ്രൊമോ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കണ്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആ പ്രൊമോയിൽ ഇപ്രകാരമാണുള്ളത്. ആര്യൻ കിച്ചൺ ഏരിയയിൽ നിന്നിട്ട് പാചകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് ആര്യൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ നമസ്കാരം പറയുന്നുണ്ട്. ബിഗ് ബോസ് പറയുന്നു 12ാം ആഴ്ചയിലെ നോമിനേഷൻ എന്ന് പറയുന്നു. 2 പേർ വീതം കാരണങ്ങൾ സഹിതം പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പുറത്ത് നൂറ് ഇരിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അക്ബർ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നു, അതായത് ആ കണ്ണാടിയിട്ട ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ അനുമോള് വാതിലിൻ്റെ അവിടെ വായിക്കകത്ത് കൈ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്, ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ തന്നെ വേറൊരു സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ സ്റ്റൈലിൽ വെക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. പിന്നെ ആര്യ പാചകം ചെയ്തുകൊണ്ട് ആര്യ തന്നെ പറയുന്നു എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ എന്ന് പറയുമ്പോൾ പിന്നീട് കാണിക്കുന്നത് സോഫയിൽ കിടന്നുറങ്ങുന്ന നെവിനെയാണ്. നെവിൻ ഇങ്ങനെ സോഫയിൽ തല വെച്ചിട്ട് കയറി കിടന്നുറങ്ങുകയാണ്. അപ്പോൾ നെവിനെ വിളിക്കുന്നുണ്ട് ബിഗ് ബോസ്. നെവിൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ നെവിൻ ചാടി എഴുന്നേറ്റിരുന്ന് ബിഗ് ബോസ് എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് അക്ബറിനെയാണ്. അക്ബർ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ബിഗ് ബോസ് വിളിക്കുമ്പോൾ അക്ബർ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ പുറത്തു നിന്നിട്ട് ആദ്യം ഓടി വരുന്നുണ്ട്. ആദ്യം ഓടി വരുന്നു. ആരെയാണ് നോമിനേറ്റ് ചെയ്യാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓടി വരികയാണ്. അപ്പോൾ അക്ബർ പറയുന്നു എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം അവിടെ നിന്നിട്ട് ഒളിഞ്ഞു നിന്ന് നോക്കുന്നതാണ് നോക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നൂറെ വിളിക്കുന്നു. അപ്പോൾ പുറത്ത് നൂറെ വിളിക്കുന്നുണ്ട്. നൂറെ വിളിക്കുമ്പോൾ നൂറ പറയുന്ന ഇടയ്ക്ക് നമ്മുടെ ആര് മുട്ടുകുത്തിയിട്ട് അങ്ങനെ വാതിലിൻ്റെ അവിടെ വന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട്, ഇങ്ങനെ നൂറ് ആരെയാണ് പറയുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നൂറ പറയുന്നു ഇങ്ങനെ നിന്നാൽ എനിക്ക് പറയാൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചായക്കപ്പുമായിട്ട് നമ്മുടെ സാബുമാനെയാണ് കാണിക്കുന്നത്. ചായക്കപ്പുമായിട്ട് സാബുമാൻ നടന്നു വരികയാണ്. അപ്പോൾ ബിഗ് ബോസ് വിളിക്കുന്നു, സാബുമാൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ സാബു ഞാൻ നടന്നുകൊണ്ട് സംസാരിച്ചോട്ടെ ബിഗ് ബോസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അത് പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ അനു പറയുന്നു ഒരു സ്ഥലത്ത് ഇരിക്കും ക്ലോസ് വയ്ക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ അനു അവിടെ സോഫയിൽ ഇരുന്നിട്ടാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അനുമോൾ സോഫയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അനുമോളെ വിളിക്കുന്നുണ്ട്. അനുമോൾ സ്പോർട്ടുകളെ കുറിച്ചൊക്കെ നല്ല ധാരണയാണല്ലോ എന്ന് പറയുമ്പോൾ അനുമോൾ ഇങ്ങനെ ചിരിക്കുന്ന ഭാഗമാണ് പിന്നെ കാണിക്കുന്നത്. ഇതാണ് നോമിനേഷൻ പ്രമോ. ഇത്രയാണ് നോമിനേഷൻ പ്രമോ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നോമിനേഷൻ വന്നിരിക്കുന്നത്. നല്ലൊരു വ്യത്യസ്തമായ രീതിയിൽ ഒരു രസകരമായൊരു നോമിനേഷനാണ് ഇപ്രാവശ്യം നടക്കുന്നത്. കുറേ പേര് അതായത് ഓരോരുത്തരും നോമിനേറ്റ് ചെയ്യുമ്പോൾ കുറേ പേര് ഒളിഞ്ഞു നോക്കുന്നുണ്ട്, കുറേ പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അനീഷിനെ മാത്രം ഈ പ്രൊമോനകത്ത് കാണിക്കുന്നില്ല. അനീഷിൻ്റെ ഭാഗം ഈ പ്രൊമോക്കകത്തില്ല. അനീഷ് മാത്രമില്ല, ബാക്കി എല്ലാവരും ഈ പ്രൊമോക്കകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഇത്ര മാത്രമേ ഉള്ളൂ. ബിഗ് ബോസ് വിളിക്കുമ്പോൾ അതായത് ഏതൊരു കൂട്ടത്തിലായാലും, അതായത് ഇപ്പോൾ കൂട്ടം കൂടി ഇരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഗാർഡൻ ഏരിയയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈഡിലാണ് ആയിക്കോട്ടെ അവിടെ ഇരുന്നുകൊണ്ട് നോമിനേറ്റ് ചെയ്യുക. ഇതാണ് സത്യത്തിൽ നടക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു നോമിനേഷനാണ് ഇപ്രാവശ്യം നടക്കുന്നത്. 7 പേരോളം നോമിനേഷനിൽ വന്നിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട്. ആരൊക്കെ ആയിരിക്കാം അതെന്ന് നമുക്കൊരു നിഗമനത്തിലൂടെ പറഞ്ഞു പോകാം. നിഗമനമാണ്, ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു നിഗമനം ആയിരിക്കാം, ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു നിഗമനത്തിലൂടെ നമുക്ക് പറഞ്ഞു പോകാം. ചിലപ്പോൾ ഷാനവാസ് വന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം. പിന്നെ ചിലപ്പോൾ അക്ബർ വന്നിട്ടുണ്ടാകാം, വരാതിരിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആദില, നൂറ ഇവർ വന്നിട്ടുണ്ടാകാം, വരാതിരിക്കാം. ആര്യൻ വന്നിട്ടുണ്ടാവാതിരിക്കാം. ചിലപ്പോൾ നെവിനും ഇല്ലാതിരിക്കാം. ചിലപ്പോൾ അനീഷ് ഉണ്ടാകാം, അനീഷ് ഇല്ലാതിരിക്കാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൽ 2 പേരെന്തായാലും സേവ് ആകുന്നുണ്ട്. ബാക്കി 7 പേരോളം നോമിനേഷനിൽ വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ചിലപ്പോൾ 9 പേരും ഉണ്ടാകും, ചിലപ്പോൾ 7 പേരായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ഒരു പക്ഷേ അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ആരൊക്കെയായിരിക്കും സേവ് ആകാൻ പോകുന്നത്, ആരൊക്കെയായിരിക്കും നോമിനേഷനിൽ വരാൻ പോകുന്നത് നമുക്കറിയാം. അതെന്തായാലും അതിൻ്റെ കൺഫേം ലിസ്റ്റായിട്ട് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രഡിഷനായിട്ട് വെച്ചേക്ക്. ഷാനവാസ്, അക്ബർ, ആദില, നൂറ, നെവിൻ, ആര്യൻ, അതുപോലെ തന്നെ അനീഷ്, ഇവർ പേരെ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി 2 പേര് ചിലപ്പോൾ സേവ് ആയിരിക്കാം. അനുമോളും ചിലപ്പോൾ അക്ബറൊക്കെ സേവ് ആവാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ആര്യനും സേവ് ആവാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ 6 പേരായിരിക്കാം, ചിലപ്പോൾ 7 പേരായിരിക്കാം. ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഈ ആഴ്ച 2 പേരോ അല്ലെങ്കിൽ ഒരാളോ ഈ ബിഗ് ബോസ് വീടിൽ നിന്ന് വിട പറയും. അത്രയും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നോമിനേഷൻ വന്നത് ആരൊക്കെയെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളത് കണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ്
ടേക്ക് കെയർ.